വലിയ സിറ്റിയാണ്. ചാർമിനാറില്ലേ, ചാർമിനാറിന് പണ്ട് നമ്മുടെ സിഗരറ്റ് ചാർമിനാർ മോഡൽ ഹൈദരാബാദ് സെക്കൻഡ് ആവാം മെയിൻ സിറ്റി. അത് അപ്പോൾ മുമ്പത്തെ ആന്ധ്രാപ്രദേശായിരുന്നു. അത് ഇപ്പൊ അത് രണ്ടായിട്ട് ഡിഫിറ്റാക്കിയത് ആന്ധ്രാപ്രദേശും തെലുങ്കാനയുമാണ്. ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് തെലുങ്കാനയിലാണ്. സെക്കന്ദരാബാദ് തെലുങ്കാനയിൽ. ഞങ്ങൾ തെലുങ്കാനക്കാർ, സ്റ്റേറ്റ് ഞങ്ങൾ തെലുങ്കാന എന്ന് പറഞ്ഞു. ഇപ്പൊ മാറി, ഇപ്പൊ വേറെ യശ്വന്ത് റെഡ്ഡി കോൺഗ്രസ് ആയി. നേരത്തെ BJP അല്ലല്ല, TRS എന്ന് പറയുന്നത് തെലുങ്കാന രാഷ്ട്രീയ സമിതിയാണ്. അവിടുത്തെ തെലുങ്കാന. ഇനി വണ്ടി എല്ലാ ഇടത്തൂടെ വരും, സാറ് മാറരുത്. ഇനി മാറിയ ഇടത്തുനിന്ന് വരുന്ന വണ്ടിക്ക് ഇടിക്കും. ഇത്തിരി കയറിയുന്നു നടുക്കോട്ട് ഇങ്ങനെ ആവട്ടെ. ഇനി പയ്യെ ക്രോസ് ചെയ്തോ. വേണ്ട, ക്രോസ് ചെയ്യണ്ട, സ്ഥലത്തില്ല, ഞാൻ സ്ഥലത്തിൽ. ഇനി പയ്യെ ബ്രേക്ക് ചെയ്യല് വാ സാറ്. ഇവിടെ എത്ര സമയം വേണമെങ്കിലും സാറ് നിൽക്കാം, മനസ്സിലായോ? ഇനി നോക്കി കിടക്കുക. എതിരെ വണ്ടി ഉണ്ടോ നോക്കതേ വണ്ടി വരുന്നു. വീണ്ടും പയ്യെ തിരിക്കും മുന്നിലേക്ക്. കയറ്റി വയ്ക്കും കുറച്ച് അങ്ങനെ. ആ, ഇനി നേരെ മുന്നിൽ നോക്കി ബ്രേക്ക് ചെയ്ത് വണ്ടി അവിടെ എത്തിക്കും. ആ, വട്ടം കറക്കരുത്, വേറെ ആരെയും നോക്കരുത്. നേരെയാക്കി വാ. ആയില്ല. ആ, വട്ടം കറങ്ങിയത് സാർ ഒരുപാട് ഇട്ട് കറക്കിയത് ശരിയല്ലേ? പോട്ടെ, ബുള്ളറ്റുകാരൻ്റെ കൂടെ പോയി. അങ്ങനെ വട്ടം കറക്കേണ്ടി വരരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വേറെ ആരെ ശ്രദ്ധിക്കരുത്. അവൻ ഇൻഡിക്കേറ്റ് ഇട്ട്, അപ്പോൾ ബ്രേക്കിലൊന്ന് മാറും, ഒഴിഞ്ഞു മാറും. ആ, ഇനി പോട്ടെ. തിരക്കുള്ള സ്ഥലത്തല്ല, ഇത്തിരി കെയറോടുകൂടിയ പോള്. സാറ് ഒരിടത്തും കണ്ണുടക്കരുത്. പിള്ളേർ വരുന്ന കണ്ടോ, ഒന്ന് വേഗത കുറയ്ക്കും. ആ, ഇനി പോട്ടെ. ഈ ഓട്ടോ വേണ്ട സ്ഥലം എടുത്ത് ചെല്ല്. അവിടെ ചെന്നിട്ട് മാറരുത് സാറ്, മാറി തന്നെ ചെല്ലുക. അങ്ങനെ ഇനി സാറിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാം. ആ, പോട്ടെ. സാർ ഇപ്പോഴും അവിടെ ചെന്നിട്ട് വണ്ടി മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്, 2 വീലർ പോലെ. അങ്ങനെ മാറാൻ പറ്റില്ല നമുക്ക്. പോട്ടെ, സൈഡിലോട്ട്. സാർ അത്ര പവർ എടുത്ത് ചെയ്യാതെ കുറച്ചുകൂടെ റിലാക്സ് ആയിട്ടിരിക്കും. സാർ അനാവശ്യമായിട്ട് ഇതൊരു ഭാരം എടുത്ത് വെച്ചിരിക്കുക. ഒരു കാറ് വലിയ വസ്തുവായിട്ട് തന്നെ വെച്ചിരിക്കുക സാറ്. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, സമയത്ത് മാറാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഒരു വസ്തുവിന്റെ അടുത്ത് ചെന്നിട്ട് മാറാന്ന് വെച്ചാൽ ഇത് വീതിയുള്ളതാണ് കാറിന്. ആ 2 വീലർ ഇങ്ങനെ മാറ്റുന്ന പോലെ നമുക്ക് മാറ്റാൻ പറ്റില്ല. വണ്ടി മാറ്റിയാൽ പുറകെ വന്നവനെ നമ്മളിരിക്കും. കാരണം അവൻ പ്രതീക്ഷിക്കാതെ വരുന്നത് സാർ ഇങ്ങോട്ട് മാറുമെന്ന്. ഇത് കണ്ട, ഇവിടുന്നേ മാറണം. എങ്ങോട്ട് മാറണമെങ്കിൽ ദൂരെ വെച്ച് കാണുന്നതനുസരിച്ച് മാറിക്കോണം. അടുത്ത് ചെന്നിട്ട് മാറാനാണ് പ്ലാനെങ്കിൽ നിർത്തി പുറകിൽ നിന്ന് വണ്ടി ഉണ്ടോ നോക്കി സമാധാനമായിട്ട് വണ്ടി മാറ്റി കൊടുക്കണം. ഇപ്പൊ ഒരാൾക്ക് വേണ്ടി ഇപ്പൊ അതിന് നടന്നു വരുന്നില്ല ഒരു പെൺകുട്ടിക്ക്. ആ പെൺകൊച്ചിന് വേണ്ടി ഇവിടെ നമുക്ക് മാറാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ നിർത്തണം. നിർത്തിയിട്ട് പുറകിൽ നിന്ന് വണ്ടി ഉണ്ടോ നോക്കിയിട്ട് വേണം പിന്നെ മാറ്റാൻ. കറക്കരുത് വണ്ടി പോകുന്നതനുസരിച്ച്. ഇപ്പോഴും സാർ അയാളെ നോക്കിക്കൊണ്ടിരുന്നു, വണ്ടി മാറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മുന്നിൽ എന്ത് വന്നാലും അത് നമുക്കൊരു തടസ്സമാണ്. അതിനെ ഒഴിവാക്കി തന്നെ നമ്മൾ പോകണം. കണക്കൂട്ടുന്നല്ല പറയാ, അതൊരു തടസ്സമാണ്. പോട്ടെ, ഓൾറെഡി ഇപ്പൊ അവിടെ കിടക്കുന്ന ഓട്ടോ കണ്ടാ, ഇപ്പോഴേ സാറ് കണ്ടു. വേണ്ട സ്ഥലം എടുക്ക്. അല്ല, പുറകിലുള്ളവനെ കുറിച്ചല്ല അപ്പൊ ചിന്തിക്കേണ്ടത്. കഴിഞ്ഞാ ഇനി വീതിയുള്ള സ്ഥലം വരുമ്പോ പുറകിലുള്ളവൻ പോയിക്കോട്ടെ. അപ്പോഴും നമ്മുടെ മുന്നിലൊന്നും കാണരുത് തടസ്സം. ഓണടിക്ക്. ഇനി ഒന്ന് വേഗത കുറയ്ക്കും സാറ്. അപ്പൊ അയാൾ കയറി പോയിക്കോളും. പിന്നെ അങ്ങോട്ട് ചെല്ലരുത്. അയാൾ കയറി പോട്ടെ, വേഗത കുറച്ച് കൊടുക്കും. സാറ് സൈഡ് കൊടുത്തു, പക്ഷെ വേഗത കുറയ്ക്കണ്ടേ?
വരുന്നവനെ കണ്ട് പേടിക്കരുത്. ഇനി ഇങ്ങോട്ട് മാറാൻ സ്ഥലമില്ല. ആ ഇതിങ്ങനെ കയറി നിന്നോണം കണ്ട. അപ്പോൾ ഒന്നെങ്കിൽ അവൻ സ്ലോ ചെയ്ത് തരും, അല്ലെങ്കിൽ അവന് മാറിപ്പോവും. ഇനി പോലെ ആദ്യമായിട്ടാണ് ഞാൻ വരുമ്പോൾ ഒരു ലെവൽ ക്രോസ് തുറന്ന് കിടക്കുന്നത്. ഇതുവരെ ഇല്ല. അമ്പാടി സൂപ്പർ സ്റ്റോർ. നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് അല്ലേ വേറെ? അങ്ങനെ ചെയ്യരുത്, സമാധാനമായിട്ട്. ഞാൻ പറയല്ലോ, കാരണം ടെൻഷൻ തോന്നേണ്ട വണ്ടി നിർത്തിക്കോ, അല്ലെ വേഗത കുറച്ചോ, പക്ഷെ ഇങ്ങനെ വെട്ടിക്കരുത്. സാറ് മുകളിൽ കേൾക്കുന്നുണ്ട് വഴി, സാറ് അത് മാത്രം അനുസരിക്കുന്നില്ല. ബാക്കി എല്ലാം ഞാൻ പറഞ്ഞ സാറ് കേട്ട്. ഇൻഡിക്കേറ്റർ അത് ഇട്ടു കൊടുക്കും. ആഹാ കടല് തിളങ്ങുന്നില്ല. അതെ തിളങ്ങുന്നതേ. ഇനി വേറൊരു സ്ഥലം നോക്കരുത്. ഇനി ഇടത് വശം കറക്റ്റാക്കിക്കൊണ്ടിരിക്കും. അതുപോലെ നേരെയാക്കി. ആ പോട്ടെ. സാറേ കണ്ട, സാർ അയാളെ രക്ഷിക്കാൻ നോക്കുക. അയാൾക്ക് പോകാൻ അറിയാം, അയാളുടെ സൈഡിൽ കൂടെ അയാൾ പോയിക്കോളും. സാർ അയാൾക്ക് വേണ്ടി പുതിയൊരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കരുത്. പോട്ടെ. അയാൾക്ക് പോകാം എന്ന സ്ഥലം ഉള്ളത് കൊണ്ടാണ് മുന്നിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ അയാൾ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവിടെ വണ്ടി നിർത്തും. ഇനി അയാൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, അതേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ മാറിക്കൊടുത്താൽ എന്ത് പറ്റും? നമ്മുടെ വണ്ടി വല്ലവരെയും പോയി ഇടിച്ചിടും. ഈ സൈഡിൽ നിൽക്കുന്നൊരുത്തനായിരിക്കും നമ്മൾ ഇടിച്ചിടാൻ പോണത്. ഈ മിറർ ആ വഴിക്ക് നേരെ ആയോ നോക്കിയാൽ ഇവിടെ ഇരുന്നിട്ട് ആയാ? പുറകില മുന്നില്ല? അപ്പൊ ഒരു ഇത്തിരിയോടെ മുന്നോട്ട് എടുത്ത് മതി. ഇപ്പളാ സാറ് എങ്ങനെ നേരെയാണെന്നാ ചോദിക്കുന്നത്? സാർ അവിടെ ഇരുന്ന് നോക്കുമ്പോ ഇത് നേരെയല്ലേ? ഇതിന്റെ ബാക്കിലൂടെയല്ലേ? ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തേ. കൊടുക്കുക, ഒരു റൗണ്ട് ഫുള്ള് തിരിക്കും. ആ അങ്ങനെ മതി. ഇനി ഒന്ന് പയ്യെ മുന്നോട്ട് ചെല്ലുന്നതനുസരിച്ച് ബാക്കിയും കൂടെ തിരിച്ച് പതിയെ ചെല്ലും. പതിയെ ചെല്ലും. വഴിയിലോട്ട് കയറാൻ പോണില്ലേ? അപ്പൊ ബാക്കിയും കൂടെ തിരിച്ച് തീർക്ക്. സാറേ ബ്രേക്ക്. സാറ് തിരിച്ച് തീർക്ക് സാറേ. തീർന്നോ? വാ പതിയെ വാ. ബ്രേക്ക് ചെയ്ത് വാ. വരട്ടെ. ബ്രേക്ക് ഇതിലൂടെ ബ്രേക്ക് വിടരുത്. ബ്രേക്ക് ചെയ്ത് പിടിക്കില്ല. വിടരുത്. ബ്രേക്ക് ചെയ്ത് പിടി. വിടരുത്. അമ്മിയാറങ്ങടാ.
എൻ്റെ പേര് സുനിൽ. എൻ്റെ മരുമകനാണ് ഇവരെ ഇവിടെ ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് കോണ്ടാക്റ്റ് ആയത്. ആദ്യം വിളിച്ചിരുന്നു, പിന്നെ എന്നെ കണ്ട് സംസാരിച്ചു, ഫോണിൽ സംസാരിച്ച്. ആദ്യം കിട്ടിയില്ല, പിന്നെ അത് വിളിച്ചപ്പോഴത്തേക്ക് കിട്ടി. മരുമകൻ്റെ കെയർ ഓഫിലാണ് ഇത് വന്നത് എനിക്ക്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് ഇതിൽ ഓരോ കാര്യങ്ങളും ഓടിക്കുന്ന കാര്യങ്ങളും ഇതിൻ്റെ എല്ലാം സംസാരിച്ച് ഞങ്ങൾ. ആക്ച്വലി ലൈസൻസ് എടുത്തിട്ട് ഒരു 10 വർഷത്തോളം ആയിരുന്നു. 10 വർഷമായിട്ടാണ് എനിക്ക് 2 വീലറിൻ്റെ ഉണ്ട്, ഞാൻ വണ്ടിയുണ്ട്, ഓടിക്കുകയും ചെയ്യും. പിന്നെ കാർ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മരുമോൻ ഇപ്പോൾ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു ലീവിൽ. മരുമോനും മൂത്ത മകളും പുറത്താണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വണ്ടി എടുത്തു തരണം, നമുക്ക് അത്യാവശ്യം ഒരു വണ്ടി ആവശ്യമുണ്ടല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ വണ്ടി എടുത്ത് i10. അപ്പോൾ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് ഇവർ വരാമെന്ന് പറഞ്ഞു. വന്നു, എല്ലാം പഠിപ്പിച്ച് നല്ലപോലെ സംസാരിച്ച് കറക്റ്റ് നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ അവർ കറക്റ്റായിട്ട് വന്നു. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു അവർ എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ വിശദമായ എല്ലാ വിവരങ്ങളും പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറി ഓരോ ലൈനും പോകുന്ന രീതികളും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ കൊണ്ട് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യണം, പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെല്ലാം ഇടണം, ഹാൻഡ് ബ്രേക്കും പാർക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടണം, എല്ലാം പറഞ്ഞു തന്നു കൊണ്ടുപോയി. ഞങ്ങളിപ്പോൾ 5 മണിക്കൂറാണ് ഞാൻ എടുത്തിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ വഴിയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വഴിയാണ്, ഇടവഴിയാണത്. 2 സൈഡുണ്ട്. അതിൽ വരുന്ന വഴിയും കയറുന്ന രീതികളും എങ്ങനെയാണെന്നെല്ലാം നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ടേണിങ് വരുമ്പോഴത്തേക്കും ആ ടേണിങ്ങിൻ്റെ സൈഡിൽ തന്നെ കൊണ്ടുവന്ന് നമ്മുടെ മിറർ നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു റൈറ്റ് തിരിച്ചു കഴിഞ്ഞാൽ, റൈറ്റോ ലെഫ്റ്റോ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ടേണിങ് മുന്നോട്ട് കടക്കാൻ പറ്റും. ആ രീതിയിലുള്ള നല്ല ടിപ്സും അതിൻ്റെ ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പറഞ്ഞു തന്നു. കാര്യമായിട്ടും നല്ല രീതിയിൽ തന്നെ അവർ കോണ്ടാക്റ്റായി. നല്ലൊരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഇതാണ് എന്നുള്ളത്. നമുക്ക് വണ്ടി ഓടിക്കാൻ ഇപ്പം എങ്ങനെയാണ്? ഫുൾ കോൺഫിഡന്റ് ആണ്? വണ്ടി ഓടിക്കാൻ എനിക്കിപ്പോൾ ഫുൾ കോൺഫിഡൻറ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വഴി കൂടി എടുത്തുകൊണ്ട് പോകാന്നുള്ള ഒരു ധൈര്യം എനിക്കുണ്ട്. സ്ലോലി എടുത്തിട്ട് പോകാന്നുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി ഓടിക്കും എന്നുള്ളതിന് കൺഫേമാണ്. നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാന്നുള്ളൊരു മനസ്സ് എൻ്റെ ഇടം വന്നു എനിക്ക്. കാരണം ഞാൻ എൻ്റെ കൂട്ടുകാർ പറഞ്ഞായിരുന്നു നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ കൂട്ടുകാർ പറയുന്ന രീതി ആയിരിക്കത്തില്ലല്ലോ ഇവരുടെ സ്റ്റാഫ് പറയുന്നത്. ഇവരുടെ സ്റ്റാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ അവർ നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നമുക്ക് എങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകണം, വണ്ടി കൊണ്ടുപോകണം, സ്ലോ എങ്ങനെ ആക്കണം, ഓവർടേക്ക് ചെയ്യണോ വേണ്ടയോ, അതിൻ്റെ ആവശ്യങ്ങളും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു തന്നു. അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെ ഈ സ്കൂളുകാരുടെ അവരുടെ സ്റ്റാഫിൻ്റെ രീതികളും പ്രവർത്തനങ്ങളെല്ലാം. ഞങ്ങളിടക്കൊക്കെ ഒരു ചായ കുടിച്ച് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാം നല്ല രീതിയിൽ എന്നെ കൺഫേം ആക്കി തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്നതിൽ ഫുൾ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും. റൈറ്റ്, താങ്ക് യു.